ഇതാണ് ഭൂമിയിലെ കാലവും ദേവലോകത്തിലെ കാലവും തമ്മിലുള്ള വ്യത്യാസം. ഒരു ദിവസത്തെ 3 സന്ധ്യകളായിട്ട് തരംതിരിച്ചു എന്നാണ് ദേവീ ഭാഗവതം പറയുന്നത്. ഭാഗവതം ഭഗവാന്റെ വരാഹാവതാര ചരിതത്തെ ഇന്ന് അതീവ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നു. എന്തുകൊണ്ട് വരാഹാവതാരത്തെ ആദ്യം പറഞ്ഞു? വരാഹാവതാരമാണോ ഭഗവാന്റെ ആദ്യത്തെ അവതാരം? നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, അങ്ങനെ ഒരു ദശാവതാരങ്ങളുടെ ക്രമം. ഭാഗവതം ആ ക്രമത്തിലല്ലല്ലോ പറയല്. ഇതിനാചാര്യന്മാർ ഉത്തരം പറയല്, ശ്രീമദ് ഭാഗവതത്തിലെ കഥകളൊന്നും അവതാരം നടന്ന ക്രമത്തിലല്ല, പരീക്ഷിത്ത് എന്ന ഉത്തമ ഭാഗവത ശ്രോതാവിൻ്റെ ചോദ്യങ്ങൾക്കനുസരിച്ച. ഇന്ന് പരീക്ഷിത്തിൻ്റെ സംശയം വരാഹാവതാരത്തെ സംബന്ധിക്കുന്നതായിരുന്നു. സൃഷ്ടി എന്നതിനെ വർണ്ണിച്ചപ്പോൾ സൃഷ്ടികർത്താവ് ആര് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഉത്തരം പറയും ബ്രഹ്മദേവനാ. സൃഷ്ടി ബ്രഹ്മാവിൻ്റെ ചുമതലയാണെന്നും പാലനം വിഷ്ണു ചെയ്യുന്നു എന്നും സംഹാരമൂർത്തി പരമശിവനാണെന്നും കുട്ടിക്കാലത്തെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഭാഗവതത്തെ നന്നായി മനസ്സിലാക്കിയ ഒരാൾ പറയും, സൃഷ്ടിക്കും തുടക്കക്കാരൻ, സൃഷ്ടിക്കും കാരണമായിട്ടുള്ളവൻ മഹാവിഷ്ണുവാണ്. സൃഷ്ടികർത്താവ് എന്ന് നമ്മൾ വിളിക്കുന്ന ബ്രഹ്മാവ് പോലും മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ 1000 ഇതളുകളോടുകൂടിയ താമരപ്പൂവിൽ ജന്മമെടുത്തവനാ. ബ്രഹ്മാവിനതുകൊണ്ടൊരു പേരുമുണ്ട്, പത്മത്തിൽ ജന്മമെടുത്തവൻ എന്നർത്ഥം. ഒരു മുഖത്തോടുകൂടി ഒരു ബ്രഹ്മാവാണ് ആദ്യം അവതരിച്ചതെന്ന. 4 ദിക്കുകളിലേക്ക് നോക്കിയതോടെ ചതുർമുഖനായിട്ട് ബ്രഹ്മാവ് മാറി. ഇരിക്കുന്ന താമരപ്പൂവിൻ്റെ ചുവടെവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്ത അത്ര നിസ്സാരനായിരുന്നു ബ്രഹ്മാവ് തുടക്കത്തിൽ. എപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ തപസ് ചെയ്തോ ആ ഭഗവാൻ ബ്രഹ്മാവിൽ സംപ്രീതനായി ദർശനം കൊടുത്തോ, ബ്രഹ്മാവിന് ഭാഗവതത്തെ പഠിപ്പിച്ചു കൊടുത്തോ, അന്നു മുതലാണ് ബ്രഹ്മാവ് സൃഷ്ടികർത്താവായി മാറിയതെന്ന് ഭാഗവതം. അതുകൊണ്ട് സൃഷ്ടിക്കും തുടക്കക്കാരൻ മഹാവിഷ്ണുവാണെന്നാണ് ഭാഗവതം പറഞ്ഞു വയ്ക്കല്. ഇപ്പൊ ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു വസ്തു നഷ്ടപ്പെട്ടു. ആ ഇരുട്ടിൽ നമ്മൾ അതിനെ തെരഞ്ഞു, കിട്ടിയില്ല. പിറ്റേ ദിവസം വെളിച്ചം വന്നപ്പോൾ നമ്മൾ അതേ സ്ഥലത്ത് പോയി അതിനെ തെരഞ്ഞു, അപ്പോൾ അത് കിട്ടി. അപ്പൊ നമ്മൾ എന്താ പറയല്? ഇത് പകൽ സമയത്ത് ആരെങ്കിലും അവിടെ കൊണ്ടുവച്ചു എന്നാണോ? അല്ല, രാത്രിയും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇതുപോലെയാണ് പ്രകാശിപ്പിക്കുക, കാലമാവുമ്പോൾ നമുക്ക് കാട്ടിത്തരിക. ഈ കേവലമായൊരു ദൗത്യമാണ് ബ്രഹ്മാവില്. മഹാവിഷ്ണുവാണ് അതിനും കാരണമായിട്ടുള്ള ദേവൻ. അപ്പൊ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെ കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിൽ കാലത്തിൻ്റെ വളരെ സൂക്ഷ്മവും ബൃഹത്വമായ ഒരു കാലമാനപ്പട്ടിക ഭാഗവതം പറഞ്ഞു. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം, ഇതൊക്കെയാ മനുഷ്യൻ്റെ കാലക്കണക്ക്. എന്നാൽ ഭാഗവതം ഇതിലും സൂക്ഷ്മമായ കാലത്തെക്കുറിച്ച് തുടങ്ങി. പരമാണുക്കൾ ചേരുമ്പോൾ അണു കാലത്തിൻ്റെ ഒരു പേരാ. 3 അണുക്കൾ
ഋതുക്കൾ ചേരുന്ന കാലം, ത്രസരേണു, ത്രുടി, കാഷ്ഠ. നോക്കൂ, ഇതൊക്കെ കാലത്തിൻ്റെ സൂക്ഷ്മ കണക്കുകൾ. പിന്നെ നമുക്ക് എത്ര കണക്കു കൂട്ടിയാലും ഉത്തരം കിട്ടാത്ത ബൃഹത്തായ കാലത്തെക്കുറിച്ച് വരെ ഭാഗവതം പറഞ്ഞു. 365 ദിവസം ഭൂമിയിൽ ജീവിക്കുന്നവർക്കൊക്കെ ഒരു വർഷമാണ് അല്ലെ, 365 ദിവസം. എന്നാൽ ഭൂമിയിലെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണ്. ഇതാണ് ഭൂമിയിലെ കാലവും ദേവലോകത്തിലെ കാലവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം മാറാടിക്കാവിൽ കഴിഞ്ഞ വർഷം ഉത്സവം നടത്തി ആഘോഷിച്ചു, നമ്മൾ പിരിഞ്ഞു. ഈ വർഷം വീണ്ടും നമ്മൾ ഉത്സവത്തിന് ഒത്തുകൂടുന്നു. നമുക്കൊരു വർഷം. ദേവലോകത്തോ ഇന്നലെ നടന്നു, ഇന്നും നടക്കുന്നു. ഇത് കാലത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. 360-ലധികം മനുഷ്യവർഷങ്ങൾ ഭൂമിയിൽ കടന്നു പോകുമ്പോഴാണ് ഒരു ദേവവർഷം പൂർണ്ണമാവല്. 360 മനുഷ്യവർഷം സമം ഒരു ദേവവർഷം. അങ്ങനെയുള്ള ദേവവർഷങ്ങൾ 12,000 തികയുന്നതിന് ഒരു മന്വന്തരം എന്നാണ് പേര്. ഇങ്ങനെ കാലത്തിൻ്റെ ഒരു കണക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വരാഹകൽപ്പം എന്ന പേരായൊരു കൽപ്പത്തെക്കുറിച്ചും പറഞ്ഞു. എന്തുകൊണ്ട് വാരാഹകൽപ്പം എന്നറിയപ്പെട്ടു? ബ്രഹ്മാവിൻ്റെ കാലത്തിന് വാരാഹകൽപ്പം എന്ന പേര് വരാൻ കാരണമെന്ത്? അവിടെയാണ് ഇന്ന് വരാഹാവതാരം കഥയിലേക്ക് ഭാഗവതം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. കഥയിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല, സജ്ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഭാഗവതത്തിലെ വരാഹചരിതം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഹിരണ്യാക്ഷൻ ആരാണ് എന്ന പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ടാണ്. ആരാണ് ഹിരണ്യാക്ഷൻ? ഈ ഭൂമിയെ രസാതലത്തിൽ ഒളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ. അതും സൃഷ്ടികർത്താവ് ബ്രഹ്മദേവൻ പോലും അറിയാതെ ചെയ്തു. ഹിരണ്യാക്ഷൻ്റെ ജന്മം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ട 1-2 കാര്യം ഭാഗവതം പറഞ്ഞു. അത് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അസുരമാതാവ് ദിതിദേവിയുടെ ഒരു കുടുംബജീവിതം ഭാഗവതം പറഞ്ഞു. അസുരന്മാരുടെ അമ്മയാണ് ദിതിദേവി. ഒരു സന്ധ്യാകാലത്ത് അസുരമാതാവിൻ്റെ മനസ്സിൽ കാമചിന്തകളുണ്ടായി. ഒരു പുത്രൻ ജനിക്കണം എന്ന ആഗ്രഹം. ഭർത്താവ് കശ്യപനെ സമീപിച്ചു. കശ്യപൻ തടഞ്ഞു. ഇത് ത്രിസന്ധ്യാസമയമാണ്. ലോകമംഗളത്തിനായി ശ്രീമഹാദേവൻ അത്യുഗ്ര താണ്ഡവ നൃത്തം ചെയ്യുന്ന സമയമാണ്. കൈലാസത്തിലെത്തി ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ശ്രേയസ്സിനാണ് മഹാദേവന്റെ താണ്ഡവം. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നവരൊക്കെ ആ സമയത്ത് ശരീരശുദ്ധി വരുത്തുക, ഈശ്വരനാമം ജപിക്കുക, തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ പോയി ദർശനം നടത്താവോ നടത്തുക, അതൊക്കെയാണ് വേണ്ടത്. കാമചിന്തകൾക്ക് സ്ഥാനമില്ലെന്നാണ്. നമ്മളിവിടെ വർഷങ്ങളോളം പാരായണം ചെയ്ത് കേട്ടത് ദേവീപുരാണമാണല്ലോ. ആ ദേവീഭാഗവതത്തിൽ വളരെ വിസ്തരിച്ചാണ് സന്ധ്യാകാലത്തിൻ്റെ പ്രാധാന്യം. ഭാഗവതമൊക്കെ പരോക്ഷമായ സൂചനയെ തരുന്നുള്ളൂ. ഒരു ദിവസത്തെ 3 സന്ധ്യകളായിട്ട് തരംതിരിച്ചു എന്നാണ് ദേവീഭാഗവതം പറയുന്നത്. പ്രാതഃസന്ധ്യ, മധ്യാഹ്നസന്ധ്യ, സായം സന്ധ്യ. ഒരു സന്യാസി നിർബന്ധമായും ഈ സന്ധ്യകൾ കാത്തിരുന്ന് അവൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥരായ ആളുകളോട് പറഞ്ഞു, 3 സന്ധ്യകളെയും ആചരിക്കാൻ കഴിയുന്നില്ലെങ്കിലും വേണ്ട, സായം സന്ധ്യയെങ്കിലും നിർബന്ധമായിട്ടും ഈശ്വരസ്മരണയോടുകൂടി ആചരിക്കണം. പണ്ടൊക്കെ നിർബന്ധമായും വീടുകളിൽ ചെയ്തിരുന്നു. ഇന്നും ഒരുപക്ഷെ പ്രായമായ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും വീടുകളിലുണ്ടെങ്കിൽ
അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, സന്ധ്യയ്ക്ക് കിടന്നുറങ്ങരുത്, സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കരുത്, സന്ധ്യാകാലത്ത് പഠനം പോലും ചെയ്യാൻ പാടില്ലെന്ന്. ആഹാരം, നിദ്ര, മൈഥുനം, സ്വാധ്യായം ഇതൊക്കെ സന്ധ്യാകാലത്ത് നിഷിദ്ധമാണ്. ഇവിടെ അസുരമാതാവ് ദിതിദേവി ഇതൊന്നും ചെവിക്കൊണ്ടില്ല. തൻ്റെ ഇഷ്ടത്തിന്, ഇംഗിതത്തിന് കശ്യപനെ വിധേയനാക്കി. അതിൻ്റെ ഫലമായി അസുരമാതാവിൽ ശിവകോപം വന്നു പതിച്ചു. കശ്യപൻ തന്നെ പറഞ്ഞു, ദേവി, ഇതിൻ്റെ ഫലമായി ദേവിക്ക് പുത്രൻ ജനിക്കും എന്ന് മാത്രമല്ല, ലോക കണ്ടകന്മാര്, ലോകത്തിനുപദ്രവം ചെയ്യുന്ന 2 മക്കളാവും ദേവിക്ക് വന്ന് ജനിക്കല്. സന്ധ്യാനിയമലംഘനം ചെയ്ത അസുരമാതാവിൽ നിന്ന് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജന്മമെടുക്കുന്നു. സന്ധ്യാകാലത്തിൻ്റെ ഒരു പ്രാധാന്യം ഇന്ന് ഭാഗവതം കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ആ കുടുംബജീവിതത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജന്മമെടുത്തു. ഹിരണ്യാക്ഷൻ്റെ കഥയെ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുള്ളൂ. ഹിരണ്യകശിപുവിൻ്റെ കഥ നമുക്ക് മറ്റന്നാൾ ഈ സമയം, പ്രഹ്ലാദ ചരിതം വർണ്ണിക്കുന്ന സമയം നമുക്ക് കേൾക്കാം. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ ജന്മത്തിന് ഒരു കാരണമാണ് അസുരമാതാവിൻ്റെ സന്ധ്യാനിയമലംഘനവും ശിവകോപവും. ഇനി രണ്ടാമതൊരു കാരണം നടന്നു. അത് ഭൂമിയിലോ അസുരലോകത്തോ അല്ല, വൈകുണ്ഠലോകത്ത്. വൈകുണ്ഠം എന്ന വാക്കിനൊരർത്ഥമുണ്ട്, കുണ്ഠതയില്ലാത്ത സ്ഥാനം. കുണ്ഠത എന്നാൽ ദുഃഖം, ദുഃഖമില്ലാത്ത സ്ഥാനം എന്നാണ് വൈകുണ്ഠം എന്ന വാക്കിനർത്ഥം. ഒരിക്കൽ വിഷ്ണുഭക്തരായ സനകാദി ഋഷീശ്വരന്മാര് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് അവതരിച്ച 4 പേരാണ് സനകാദികൾ. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ. പ്രത്യേക ഇവർക്ക് പേരുണ്ടെങ്കിലും സനകാദികൾ എന്നൊറ്റ പേരിൽ അറിയപ്പെടുക. ഈ വിഷ്ണുഭക്തരായ സനകാദി ഋഷീശ്വരന്മാര് വൈകുണ്ഠലോകത്തിൽ ചെന്നു ഭഗവത് ദർശനത്തിന്. വൈകുണ്ഠലോകത്തിന് അനവധി ഗോപുരവാതിലുകളുണ്ടെന്ന്. ഭഗവാന്റെ തൊട്ടടുത്തുള്ള ഗോപുരവാതിലിൻ്റെ കാവൽക്കാരായിരുന്നു ജയനും വിജയനും. വൈകുണ്ഠത്തിന് ഒട്ടും യോജിക്കാത്ത ചിന്തകളും പ്രവൃത്തിയുമാണ് ഇവരിലുണ്ടായത്. വിഷ്ണുഭക്തരായ സനകാദികളെ ഭഗവത് ദർശനത്തിൽ നിന്ന് തടഞ്ഞു. ദശാർദ്ധവയസ്സോ, കണ്ടാൽ കൊച്ചുകുട്ടികളാ. ദശാർദ്ധവയസ്സോ, 5 വയസ്സിൽ കൂടുതൽ പ്രായം തോന്നാത്തവർ. എന്നാൽ അറിവുകൊണ്ട് ജ്ഞാനത്തിൻ്റെ മറുകര കണ്ട ആളുകളുമാണ്. ഈ സനകാദികളെ ഭഗവത് ദർശനത്തിൽ നിന്ന് തടഞ്ഞതിൻ്റെ ഫലമായി അവര് കോപിഷ്ഠരായി ശാപം കൊടുത്തു. നിങ്ങൾ ഈ വൈകുണ്ഠത്തിൽ നിലകൊള്ളേണ്ടവരല്ല, വൈകുണ്ഠത്തിന് യോജിക്കുന്നതല്ല നിങ്ങളുടെ പ്രവൃത്തി. അതുകൊണ്ട് അസുരന്മാരായി ചെന്ന് ജനിക്കൂ. 1 തവണയല്ല, 3 ജന്മങ്ങൾ വീതം അസുരയോനിയിൽ ജനിക്കാനിടവരട്ടെ. അങ്ങനാണ് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്ന പേരിൽ ആദ്യ ജന്മം, രാവണൻ കുംഭകർണൻ എന്ന പേരിൽ 2ാമത്തെ ജന്മം, ശിശുപാലൻ ദന്തവക്രൻ എന്ന പേരിൽ 3ാമത്തെ ജന്മം. ഓരോ ജന്മത്തിലും വിദ്വേഷഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ കൊണ്ടു നടന്നു. ഓരോരോ അവതാരം സ്വീകരിച്ചു ഭഗവാൻ ഇവരുടെ അടുത്തെത്തി ശാപമോക്ഷം കൊടുത്തനുഗ്രഹിച്ചു എന്നുമാണ്. ഇപ്പോൾ വലിയ സ്ഥാനം, പദവി, ആദരവ് ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ആ പദവിക്ക് യോജിച്ചതാവണം നമ്മുടെ വാക്കും പ്രവൃത്തിയും ചിന്തകളും. ഏത് രംഗത്തും ആവട്ടെ, നമ്മുടെ സ്ഥാനത്തിന് യോജിച്ച വാക്കും പ്രവൃത്തികളും ഉണ്ടായില്ലെങ്കിൽ അത് അധപ്പതനത്തിന് കാരണമായി തീരും. വൈകുണ്ഠലോകത്തിൽ എത്തിച്ചേരുക എന്നാൽ നിസ്സാരമല്ല.
വിഷ്ണുവിൻ്റെ പാർഷദന്മാരാവുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത്രയൊക്കെ ശ്രേഷ്ഠമായ തലത്തിലെത്തിയിട്ടും അധപ്പതിക്കാൻ ഒരു നിമിഷം മതിയായിരുന്നു. ആ പദവിക്ക് യോജിക്കാത്ത പ്രവൃത്തിയുണ്ടായി. ഇന്നും സമൂഹത്തിൽ എത്രയോ ആളുകളെ നമുക്ക് കാണാം. മന്ത്രിയാവട്ടെ, MLA ആവട്ടെ, ഏത് പദവിയിലിരിക്കുന്നവരുമാവട്ടെ, ആ പദവിക്ക് യോജിച്ച വാക്കുകൾ, പ്രവൃത്തി അവരിൽ നിന്നുണ്ടാവണം. അധപ്പതനവാ. ഹിരണ്യാക്ഷനെ ആദിവരാഹമൂർത്തി യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു. ഭൂമിയെ യഥാസ്ഥാനത്തുറപ്പിച്ചു. മറ്റൊരവതാരത്തിലും ചെയ്യാത്തൊരത്ഭുതം കൂടി ഭഗവാൻ പ്രവർത്തിച്ചു എന്ന. വരാഹാവതാരം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ നദിയിൽ നിന്ന് ആന താമരപ്പൂ ഉയർത്തുന്നതെത്ര നിസ്സാരമായിട്ടാണോ അതുപോലെ ഭൂമിയെ രസാതലത്തിൽ നിന്ന് തൻ്റെ തേറ്റ കൊണ്ട് ഉദ്ധരിച്ച് ഭഗവാൻ വന്നു. ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. ഭൂമിയെ യഥാസ്ഥാനത്തുറപ്പിച്ചു. വരാഹ ശരീരത്തെ ഭഗവാൻ ഭൂമിക്ക് പ്രദാനം ചെയ്തിട്ടാണ് ചൈതന്യത്തെ മറച്ചത്. കൃഷ്ണാവതാരത്തിലും രാമാവതാരത്തിലും മറ്റെല്ലാ അവതാരങ്ങളിലും യാതൊന്നും അവശേഷിപ്പിക്കാതെ മറയുക എന്നതാണ് ഭഗവാൻ ചെയ്തതെങ്കിൽ, വരാഹാവതാരത്തിൽ തൻ്റെ വരാഹ ശരീരം ഭൂമിക്ക് കൊടുത്തു ഭഗവാൻ. ആ വരാഹത്തിൻ്റെ തിരുശരീരം പരിണമിച്ചതാണ് ഇന്ന് യാഗകർമ്മങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമിത്തുക്കൾ. വരാഹത്തിൻ്റെ രോമങ്ങളാണ് ദർഭപ്പുല്ലുകളായിട്ട് മാറിയത്. ഏത് കർമ്മത്തിലും ദർഭപ്പുല്ല് വേണ്ടേ? ഒരു പുണ്യാഹം ജപിച്ച് തളിക്കണം, ശുദ്ധി വരുത്തണം, ദർഭപ്പുല്ല് വേണം. ഒരു ഗണപതി ഹോമം ചെയ്യണം, ദർഭപ്പുല്ല് വേണം. വലിയ യാഗങ്ങൾ ചെയ്യുന്നു. വരാഹത്തിൻ്റെ രോമമാണ് ദർഭപ്പുല്ലുകളായത്. അസ്ഥികളും തോലും ഒക്കെ ഹോമദ്രവ്യങ്ങളായിട്ട് മാറി. ഹോമപാത്രങ്ങളായും ചമതകളായും മറ്റു ഹോമസമിത്തുക്കളായിട്ടും തൻ്റെ ശരീരത്തെ ഭഗവാൻ മാറ്റിയതുകൊണ്ട് ഭഗവാന്റെ അവതാരത്തെ യജ്ഞവരാഹം എന്നുകൂടി പറഞ്ഞാണ് വരാഹാവതാര കഥ പൂർണ്ണമായത്. നാളെ രാവിലെ ഭാഗവതം ഒരധ്യായത്തിൽ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ വർണ്ണനയിലേക്ക് കടക്കും. ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു പുത്രനുണ്ട്. ഛായായ കർദ്ദമോജാത. ബ്രഹ്മാവ് സ്വന്തം നിഴല് നോക്കി അതിൽ നിന്നൊരു പുത്രനെ സൃഷ്ടിച്ചു. കർദ്ദമൻ, വിഷ്ണുഭക്തൻ. പുണ്യഗംഗാതീരത്ത് പോയി കഠിന തപസ് ചെയ്തു. കർദ്ദമന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. നാളെ രാവിലെ ഇതൊക്കെ വർണ്ണിക്കും. കർദ്ദമന്റെ മുന്നിൽ ഭഗവാൻ വിഷ്ണു ഒരപേക്ഷ വെച്ചു. കർദ്ദമ, അങ്ങീ തപസ്സൊക്കെ അവസാനിപ്പിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു എങ്കിൽ അങ്ങയുടെ പുത്രനായിട്ട് ഞാൻ അവതരിക്കാം. പലരും ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങ് ഞങ്ങളുടെ പുത്രനാവണേ എന്ന് പ്രാർത്ഥിച്ച് നേടിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കർദ്ദമനോട് മാത്രമാണ് ഭഗവാന്റെ അപേക്ഷ, അങ്ങേക്ക് പുത്രനായി ഞാൻ അവതരിക്കാം, നല്ലൊരു കുടുംബജീവിതം അങ്ങ് അനുഷ്ഠിക്കൂ. കർദ്ദമയോഗീശ്വരൻ സ്വയംഭുവമനുവിൻ്റെ പുത്രിയായ ദേവഹൂതിയെ വിവാഹം ചെയ്ത് അവരുടെ ഈശ്വരഭക്തി നിറഞ്ഞ ധർമാനുഷ്ഠാനത്തോടു കൂടിയ നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ വർണ്ണന നാളെ രാവിലെ 8 മണി സമയം ഭാഗവതം ഗൃഹസ്ഥരായ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഉപദേശം തരികയാണ്. ചിലരെങ്കിലും ഭാഗവതത്തെ തെറ്റിദ്ധരിച്ചു പോവാറുണ്ട്. കുട്ടികളൊക്കെ ചിന്തിക്കാറ് ശ്രീമദ് ഭാഗവതം എന്തോ വയസ്സായ ആളുകൾ പെൻഷനൊക്കെ പറ്റി കഴിയുമ്പോൾ
പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ലാതിരിക്കുമ്പോൾ കേൾക്കേണ്ട എന്തോ ആണ് ഭാഗവതം, രാമായണം, മഹാഭാരതം എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പെട്ട ആളുകൾ അറിയേണ്ടത് ഭാഗവതം നമുക്ക് പറഞ്ഞു തരും. കഥാരൂപത്തിലാവും നമ്മളതിൻ്റെ തത്വം കണ്ടെത്തുകയാണ്. അപ്പം നാളെ കുടുംബജീവിതക്കാർക്കുള്ള ഉപദേശമാണ് കർദമൻ്റെയും ദേവഹൂതിയുടെയും കുടുംബജീവിതം. അതിൽ ഈശ്വരഭക്തിയുണ്ട്, ധർമാനുഷ്ഠാനമുണ്ട്. ആദ്യം 9 പുത്രിമാരാണ് ദേവഹൂതിയിൽ നിന്ന് ജന്മമെടുത്തത്. 10ാമനായി ഭഗവാൻ വിഷ്ണു അവതരിച്ചു. ഭഗവാന്റെ അവതാരത്തിന് പേര് കപിലവാസുദേവൻ എന്നാണ്. സാഖ്യയോഗ ആചാര്യനായിട്ട് കണക്കാക്കുന്ന ആളാണ് കപില മഹർഷി. നാളെ ഒരു 9 മണി വരെയും നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്നത് കപിലവാസുദേവനും അമ്മ ദേവഹൂതിയും തമ്മിലുള്ള സംവാദമാണ്. 10 മക്കൾക്ക് ജന്മം കൊടുത്ത അമ്മയോട് ഇളയ മകൻ പറഞ്ഞു കൊടുക്കുന്നു, അമ്മേ, ഭക്തി എന്നാൽ എന്താണെന്ന് അമ്മയ്ക്കറിയാവോ? ഈ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണെന്ന് അമ്മ പഠിച്ചിട്ടുണ്ടോ? ധ്യാനിക്കേണ്ടത് ആരുടെ സ്വരൂപത്തെയാണെന്ന് അമ്മയ്ക്കറിയണോ? പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയാണ്? ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലം ഒരാളിലേക്ക് എങ്ങനെ വരും? നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് മകനുപദേശം കൊടുക്കുന്നതാണ് നാളെ രാവിലെ 9 മണി വരെയും നമ്മൾ കേൾക്കൽ. ഒരു ഗർഭത്തിനുള്ളിലെ ജീവന്റെ ശരീരപ്രാപ്തി എങ്ങനാണെന്ന് പോലും കപിലൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭത്തിനുള്ളിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ ആദ്യം രൂപപ്പെടുന്നത് ശിരസ് എന്നവയവമാണ്. മാസേന ദുശിരോ. ആദ്യം ഉദ്ഭവിക്കുന്ന അവയവം ശിരസാകുന്നു. 2ാമത്തെ മാസം കൈതൊട്ടുള്ള അംഗങ്ങൾ ഉത്ഭവിക്കുന്നു. 3ാമത്തെ മാസം ലിംഗത്തെ പ്രദാനം ചെയ്യുന്നു ഈശ്വരൻ. ഒരു കുട്ടിയാണോ പെണ്ണോ എന്നൊക്കെ അറിയുന്നത് 3ാമത്തെ മാസം പൂർണ്ണമാകുമ്പോൾ മാത്രം. 4ാമത്തെ മാസം നഖരോമ അസ്ഥികളോടുകൂടിയ പൂർണ്ണ ശരീരം. 5ാമത്തെ മാസം മുതൽ കുഞ്ഞിന് വിശപ്പാരംഭിക്കുന്നു. ക്ഷുത്രുഡുദ്ഭവ. വിശപ്പാരംഭിക്കുന്നു കുഞ്ഞിന്. അമ്മ കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ രസങ്ങളൊക്കെ പുക്കിൽ കൊടി വഴി ഈ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു തുടങ്ങുന്നു. 7ാമത്തെ മാസം ബോധമുണ്ടാവുന്നു കുഞ്ഞിന്. സപ്തമന്മാസാത് ലബ്ധബോധോപി വേപിത. 7ാമത്തെ മാസം ബോധം വരുന്നതോടെ അമ്മയുടെ ഗർഭഗൃഹം ആ കുഞ്ഞിനൊരു കാരാഗ്രഹത്തിന് സമാനമായിട്ട് തോന്നും. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാ. അമ്മയുടെ ഗർഭത്തിനുള്ളിലെ കിടപ്പൊട്ടും സുഖമായിരുന്നില്ല. തല കീഴായിട്ടുള്ള കിടപ്പ്, കാല് മുകളില്, തല താഴെ. ഒരു ഭാഗത്ത് അമ്മയുടെ ജഠരവന്നിയുടെ ചൂട്, മറ്റൊരു ഭാഗത്ത് കൃമികീടങ്ങളുടെ കടി, അമ്മ കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ രസം. ഗർഭിണികളായിരിക്കുന്ന കാലത്ത് അമ്മമാർക്ക് കഴിക്കാൻ ഏറ്റവും താല്പര്യം എന്തായിരുന്നു? കപിലൻ പറയും, കട്ടുതീഷ്ണ ഉഷ്ണ രൂക്ഷ അമ്ലാദിഭിരുൽബണൈ. നല്ല ചൂടുകൂടിയത്, എരിവ് കൂടിയത്, ഉപ്പ് കൂടിയത്, പുളി കൂടിയത്. കട്ടുതീഷ്ണ രൂക്ഷ ലവണ അമ്ലാദിഭി. ഇതൊക്കെ അമ്മയുടെ നാവിന് നല്ല സുഖം കൊടുക്കും. പക്ഷെ അതിൻ്റെ രസം മുഴുവൻ പൊക്കിൽ കൊടി വഴി കുഞ്ഞിൻ്റെ ഉള്ളിൽ പ്രവേശിക്കും. സർവാംഗോത്ഥിത വേദന. ശരീരാംഗം മുഴുവൻ നൊന്ത് തളരുന്ന വേദന അനുഭവിക്കുന്നു ആ കുഞ്ഞ് അവിടെ കിടന്നു. ഭഗവാനോടൊരു ഘട്ടത്തിൽ ആ കുഞ്ഞ് ചോദിക്കും, ഭഗവാനെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ യാതന അനുഭവിക്കേണ്ടി വരുന്നു?
ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളൊക്കെ കഴിച്ച് ഈ അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ എന്താ തോന്നുന്നത്? അപ്പോഴാണ് ഭഗവാൻ കഴിഞ്ഞുപോയ 100 ജന്മങ്ങളെ ആ കുട്ടിക്ക് കാട്ടിക്കൊടുക്കുമെന്നാണ്. ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് പോലെ അമ്മയുടെ ഗർഭത്തിൽ കടന്ന് കഴിഞ്ഞ 100 ജന്മങ്ങളെ കാണും. കർമ്മജന്മശതോദ്ഭവം. കഴിഞ്ഞുപോയ 100 ജന്മങ്ങളെ കണ്ട് ആ 100 ജന്മങ്ങളിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമാണല്ലോ എനിക്ക് ഈ ഗർഭക്ലേശം. ഭഗവാനെ പശ്ചാത്തപിക്കും ആ ജീവൻ. ഭഗവാനെ സ്തുതിച്ച് ഒടുവിലൊരു സത്യം ചെയ്യും. ഭഗവാനെ, ഈ ഗർഭമാകുന്ന കാരാഗ്രഹത്തിൽ നിന്നങ്ങ് എന്നെ മോചിപ്പിച്ചാൽ ഞാൻ അങ്ങയുടെ നാമങ്ങൾ പാടിക്കൊണ്ട്, അങ്ങയുടെ കഥകൾ കേട്ടുകൊണ്ട്, അങ്ങയുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചുകൊള്ളാം. സത്യം, സത്യം, സത്യം. അമ്മയ്ക്ക് പ്രസവവേദന ആരംഭിക്കുന്നു. സൂതിവാതത്തിലൂടെ കുട്ടി ഭൂമിയിലേക്ക് എത്തുന്നു. ഇതാണ് അമ്മയുടെ ഗർഭത്തിൽ ഓരോ ജീവനും അനുഭവിച്ചിട്ടുള്ളത്. ഈ മായാനിർമ്മിതമായ ഭൂമിയിലേക്ക് വരുന്നതോടെ നമ്മുടെ ബോധമണ്ഡലത്തെ മായ മറയ്ക്കും. പിന്നെ അമ്മയുടെ ഗർഭത്തിൽ കടന്നനുഭവിച്ച യാതനകൾ ഓർമ്മയില്ല, അവിടെ കണ്ട 100 ജന്മങ്ങൾ ഓർമ്മയില്ല, ചെയ്ത സ്തുതി ഓർമ്മയില്ല, ചെയ്ത സത്യം മറന്നു. ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും ഒരു മധ്യവയസ്സ് കൂടി ജീവിച്ചു കഴിയുന്നതോടെ വൃദ്ധാവസ്ഥയിലേക്കെത്തു. ഒരു ജീവിത ചക്രം കപിലൻ വരച്ചു കാട്ടുകയമ്മയ്ക്ക്. ബാലസ്താവത് ക്രീഡാസക്ത, തരുണസ്താവത് തരുണീസക്ത, വൃദ്ധസ്താവത് ചിന്താസക്ത. ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും ഒക്കെ ആഘോഷിക്കും ജീവിതത്തിൽ. ഒരു വൃദ്ധാവസ്ഥയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ദുഃഖം. അജാമിളന്റെ കഥ വരുന്നുണ്ട് ഭാഗവതത്തിൽ. ബാക്കി നമുക്കപ്പോൾ പറയാം.